ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അജിത്തും മഞ്ജു വാര്യരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തുനു എന്ന സിനിമ കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ ഇനി നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയിലെ ഒരു പ്രധാന ഭാഗമാണ് അജിത്തിന്റെ ഡാർക്ക് ഡെവിൾ എന്ന കഥാപാത്രം ഫോണിൽ സംസാരിക്കുന്നത്. പോലീസ് റെക്കോർഡ് ചെയ്ത് ആ ശബ്ദം വെച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് മൈക്കിൾ ജാക്സന്റെ വോയിസ് ആണെന്ന് കാണിക്കുന്നത്. ഈ സമയം അജിത്ത് വോയിസ് ചേഞ്ചിങ് ആപ്പ് ഉപയോഗിച്ചായിരിക്കാം ഇങ്ങനെ വോയിസ് മാറ്റിയതെന്ന് പറയുകയും പിന്നീട് അജിത്ത് ഫോണിൽ സംസാരിക്കുന്ന സമയങ്ങളിൽ മറുവശത്ത് ആ ചേഞ്ച് ചെയ്ത ശബ്ദമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. എന്നാൽ ആദ്യം അജിത്ത് സംസാരിച്ചത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ രാജേഷ് എന്ന പോലീസുകാരൻ ആ റെക്കോർഡ് ചെയ്ത വോയിസ് മൈപ്പ എന്ന ന്യൂസ് റിപ്പോർട്ടർക്ക് കൊടുക്കുമ്പോൾ അവിടെ കേൾപ്പിക്കുന്നത് പിന്നീട് നമ്മളെ കേൾപ്പിച്ചതുപോലെ മൈക്കിൾ ജാക്സന്റെയോ മറ്റാരുടെയോ ശബ്ദമോ അല്ല, പകരം അത് അജിത്തിന്റെ തന്നെ ശബ്ദമായിരുന്നു. സോ അജിത്തിന്റെ ആ ശബ്ദം തന്നെ ന്യൂസ് ചാനലിൽ ചെന്ന ശേഷമാണ് അത് മൈക്കിൾ ജാക്സന്റെ ശബ്ദമായി മാറുന്നത്. സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് അജിത്തിനെ വെടിവെക്കാൻ പോകുന്ന ടൈമിൽ പെട്ടെന്ന് ബാങ്കിന് മുന്നിൽ കിടന്ന കാറുകൾ കൺമണി വാനിലിരുന്ന് തകർക്കുന്നുണ്ട്. ആ സമയം ആദ്യം അടുത്തടുത്ത് കിടന്ന 2 കാറുകൾ തകർക്കുകയും പിന്നീട് മൂന്നാമതായി കുറച്ചുകൂടി മാറിക്കിടന്ന കാർ തകർക്കുകയുമാണ് ചെയ്യുന്നത്. ആ സീനിൽ ആദ്യത്തെ 2 കാറുകൾ പൊട്ടിത്തെറിച്ച് താഴെ എത്തുമ്പോൾ ആ കാറുകൾ തീ പിടിച്ച് കത്തുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ കാർ പൊട്ടി താഴേക്ക് എത്തുന്ന ടൈമിൽ തൊട്ടുമുന്നേ കത്തിക്കൊണ്ടിരുന്ന ആ 2 കാറുകളിലെയും തീ പൂർണ്ണമായും അണഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഫയർ എഞ്ചിനും മറ്റും അവിടേക്ക് എത്തുന്ന സമയം ആ കാറുകൾ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നതായും കാണാം. പോലീസ് തൊട്ടടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഡെവിൾ അറിയുന്നുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുമ്പോൾ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യുന്ന പോലീസിന് ഫോട്ടോകളുടെയും സ്വിച്ച് ബോർഡിന്റെയും ഉള്ളിലൊളിപ്പിച്ച മൈക്കുകൾ കിട്ടുന്നുണ്ട്. സോ അതിൽ ചിലതെല്ലാം അവർ കൈകൊണ്ട് തടഞ്ഞ് അത് കണ്ടെത്തുന്നതെല്ലാം മനസ്സിലാക്കാം. പക്ഷെ അവിടെ നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഈ മൈക്ക് എന്തിനാണ് അയാൾ വിരൽ കൊണ്ട് പരതി നടന്ന് കണ്ടെത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ചെയർമാൻ ബാങ്കിലെത്തിയ ശേഷം കെട്ടിയിട്ടിരിക്കുന്ന ഡെവിളിന്റെ തലയിൽ തോക്ക് വെച്ചിട്ട് 10 സെക്കൻഡിനുള്ളിൽ ഇവൻ ആരായെന്ന് പറഞ്ഞില്ലെങ്കിൽ കൊല്ലാൻ പറയുന്നുണ്ട്. അങ്ങനെ ടൈമർ 6 സെക്കൻഡ് എത്തുമ്പോൾ പെട്ടെന്ന് ഡെവിൾ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുകയും ആ ടൈമർ ഓഫ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ 10 സെക്കൻഡ് എന്ന് പറഞ്ഞ് വെക്കുന്ന ടൈമറിൽ 5 മിനിറ്റ് 53 സെക്കൻഡ് മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണിക്കുന്നത്. അതായത് 6 മിനിറ്റ് ആണ് 10 സെക്കൻഡ് എന്നും പറഞ്ഞവർ ടൈമർ സെറ്റ് ചെയ്യുന്നത്. കൂടാതെ ആ സമയം ഡാർക്ക് ഡെവിളിനെ കെട്ടിയിട്ടിരിക്കുന്നത് 2 കൈയും തലയ്ക്ക് പുറകിലേക്കും മുന്നിലേക്കും എല്ലാം വളരെ നിസ്സാരമായി നീക്കാൻ പറ്റുന്ന വിധത്തിലുമാണ്. സാധാരണ ഒരാളെ കെട്ടിയിടുന്നത് കൈകൾ രണ്ടും അനക്കാൻ പറ്റാത്ത വിധമാണെങ്കിൽ ഇവിടെ ഡെവിളിന് തല ചൊറിയാനും മുതുകു ചൊറിയാനും ഇടയ്ക്കിടയ്ക്ക് മാസ് കാണിക്കാനും വേണ്ടിയാണ് ദാനശീലരായ ഗുണ്ടകൾ ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്തത്. മോട്ടിവേഷൻ ക്ലാസുകൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ സീനുകളും പല സിനിമകളിലും കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ സീൻ ഈ സിനിമയിലേതാണ്. അതായത് വില്ലന്മാരുടെ കയ്യിൽ നിന്ന് നെഞ്ചത്ത് വെടിയേറ്റ് മഞ്ജു വാര്യരുടെ കൺമണി എന്ന കഥാപാത്രം തറയിൽ വീണ് കിടക്കുമ്പോൾ ഡെവിൾ തോക്കെടുത്ത് കൊടുക്കുകയും എന്നാൽ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് കൺമണി പറയുകയും അത് കേട്ട് കൺമണിയെ റിമെമ്പർ ഹൂ വി ആർ എന്ന ഒറ്റ ഡയലോഗിലൂടെ ഡെവിൾ മോട്ടിവേറ്റ് ചെയ്യുകയും പിന്നെ വെടിയേറ്റ് ചാകാറായി കിടന്ന കൺമണി പയറുമണി പോലെ ഓടി നടന്ന് ആളുകളെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് വീണ്ടും 2 വെടി കൂടി കൊണ്ട് അവശയായ കൺമണി ഡെവിളിന്റെ ആ വാചകം ഓർത്തെടുത്താകാം മരണത്തിന് കീഴടങ്ങാതെ പിന്നെയും പോരാടി അവസാനം ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ വെടികൊണ്ട കൺമണിയെ പാണ്ടിലോറി ഇടിച്ചിട്ടും ചാകാതെ പിടിച്ചു നിന്നതും ഡെവിളിന്റെ ആ വാചകം ഓർത്തെടുത്താകാം. ഇതേ അവസ്ഥ തന്നെയാണ് ഡെവിളിന്റെ കാര്യത്തിലും. ഈ ഫൈറ്റിനിടയിൽ പലതവണ വെടികൾ കൊണ്ടിട്ടും പിന്നെ ലോറി ഇടിച്ച് ആക്സിഡന്റ് ആയിട്ടും അവസാനം കടലിൽ വെച്ച് ചറവറ വെടികൊണ്ടിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഡെവിൾ കടലിനടിയിൽ കൂടി രക്ഷപ്പെട്ട് ചിരിക്കുന്നതായി കാണിക്കുന്നത്, കൂടെ പാർട്ട്ണർ കൺമണിയും. സോ ഡെഡ്പൂളിന് ശേഷം വെടികൾ കൊണ്ടിട്ടും ഇത്രയും നിസാരമായി ചിരിക്കുന്ന ഹീലിംഗ് പവറുള്ള 2 കഥാപാത്രങ്ങളെ കാണുന്നത് ആദ്യമായിട്ടാണ്. ആ ഫൈറ്റിനിടയിൽ കൺമണി ആ ബിൽഡിങ്ങിലെ കറണ്ട് കളയുകയും അതിനുശേഷം ഇരുട്ടത്ത് നിന്നുകൊണ്ടാണ് അവർ ശത്രുക്കളോട് ഫൈറ്റ് ചെയ്യുന്നതും. എന്നാൽ അതിനിടയിൽ ഡെവിൾ വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളോട് ഹേ ഡ്യൂഡ് വെളിച്ചം വേണമോ എന്ന് ചോദിച്ച് ടോർച്ച് അടിച്ച് മാസ് കാണിക്കുമ്പോൾ ഡെവിളിന്റെ പുറകിലായി കറണ്ട് പോയ ആ സ്ഥലത്ത് ഒരു ലൈറ്റ് കത്തിക്കിടക്കുന്നതായി കാണാം. കൂടാതെ വെളിച്ചം ഡെവിളിടുന്ന ഫ്ലെയറിന്റെ വെളിച്ചത്തിലാണ് അവരെ വെടിവെക്കുന്നതായി കാണിക്കുന്നത്. പക്ഷെ അവിടെ ആ സമയങ്ങളിലെല്ലാം ഒരു ഫ്ലെയറിന്റെയും സഹായമില്ലാതെ തന്നെ നല്ല വെളിച്ചമുള്ളതായി തന്നെയാണ് കാണിക്കുന്നതും.
ചെയർമാനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന മൈപ്പ കയ്യിൽ ടെററിസ്റ്റ് എന്ന് എഴുതിയത് ചെയർമാനെ കാണിക്കുന്ന സീനിൽ ചെയർമാന്റെ നേരെ പുറകിലായി, അതായത് മൈപ്പയുടെ നേരെ മുന്നിലായി തന്നെ ആ സ്ത്രീയും ആന്റോ എന്ന പോലീസുകാരനും നിൽപ്പുണ്ട്. എന്നിട്ടും അവർ ആരും മൈപ്പ ചെയർമാനെ വിളിക്കുന്നതോ കൈ കാണിക്കുന്നതോ ഒന്നും കാണുന്നതേയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇല്ലോജിക്കൽ ആയിട്ടുള്ള സീനുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളും ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.